ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഹോണറ്റാണ് വണ്ടി. നമുക്ക് വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ വണ്ടി ഇപ്പോൾ വർക്കിന് കയറ്റിയുടെ കിലോമീറ്ററിന് 98,417 കിലോമീറ്ററാണ് ഇപ്പോൾ മീറ്റർ റീഡിങ് കാണിക്കണേ. അപ്പോൾ നമുക്കതിനകത്ത് പറഞ്ഞേക്കണ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ വണ്ടി സ്ലോ റണ്ണിങ്ങിൽ ഓഫായി പോകണം നമ്മൾ. അതായത് വണ്ടി സ്ലോ റണ്ണിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു മിസ്സിങ് പോലെ കാണിക്കുന്നുണ്ട്. പൊല്യൂഷൻ ടെസ്റ്റ് ഉണ്ട്, എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ലീക്ക്, ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ചെയിൻ ചെക്കപ്പ്, പിന്നെ വയറിംഗ് കിറ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, സീറ്റ് ലോക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഇത്രയും കേസാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് വണ്ടിക്ക് മിസ്സിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. കാർബറേറ്റർ അസംബ്ലി നമ്മുടെ വണ്ടിക്ക് മാറ്റി പുതിയത് വെച്ചാണ് വീണ്ടും കംപ്ലയിൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ് ലോക്കിൻ്റെ പ്രശ്നമാണ്. ഈ കീ സെറ്റിൻ്റെ ലോക്കിൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ അത് കീ സെറ്റായിട്ടാണ് നമുക്ക് കിട്ടുള്ളൂ. ഐറ്റം ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള ദിവസം നോക്കണം. ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും കേട്ടോ. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ നമ്മുടെ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അതേപോലെ ബാക്ക് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെയിനായാലും നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ഓൾറെഡി വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ലൂബ് ചെയ്യേണ്ടതായിട്ട് വരും. ചെയിൻ ചെറിയൊരു സൗണ്ട് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.82 വരെ വന്നിട്ടുണ്ട് കേട്ടോ. നിലവിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഇവിടെയാണ് അതിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ആ റബ്ബർ ഗ്യാസ്കറ്റ് മാറ്റിയിടാം. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്ക് പാഡ് അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിടാം. ഏകദേശം പകുതിയോളം ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രാക്കറ്റ്, കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് അസംബ്ലിയൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. കാർബറേറ്ററിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, കാർബറേറ്റർ പുതിയ കാർബറേറ്ററാണ്, മാറ്റിയിട്ട് ഒരുപാടായിട്ടില്ല. പക്ഷേ അതിനകത്ത് ഈ സ്ലോജറ്റൊക്കെ ഓൾറെഡി ബ്ലോക്കായി പോയി. പിന്നെ വാക്യൂം പിസ്റ്റൻ്റെ അവിടെയും സ്ക്രാച്ച് വന്നതാണുള്ളത്. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ റിയാക്ഷനാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കാർബറേറ്റർ സാധാരണ രീതിയിൽ ഒന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. ഈ സ്ലോജറ്റ് മാറ്റിയിടാം. ഇതിപ്പോൾ പുതിയ കാർബറേറ്റർ വെച്ചാലും രക്ഷയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ. ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വരുന്നത് കേട്ടോ. വേറെ ഒന്നും ചെയ്യാൻ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ജനറൽ സർവീസിന് പുറമെ കാർബറേറ്റർ ക്ലീനിങ് കൂടി ചെയ്യണം നമ്മൾ. അതിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ അവർ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ.